ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവന്റെ കാതിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ ശരീരത്തിലെ നാവിനെ അശക്തമാക്കിയതെന്താണ്? നിന്റെ നാവിനെന്ത് പറ്റിയടാ? നിന്റെ നാവിനെന്ത് പറ്റിയടാ? വമാ അസ്കതഹുൽ നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? എന്ത് പറ്റി നിന്റെ നാവിന്? ദുനിയാവിന് നീ വലിയ വാക്ചാതുര്യമുള്ളവനായിരുന്നല്ലോ, ഒരുപാട് സംസാരിക്കുന്നവനായിരുന്നല്ലോ. ചില ആളുകളുണ്ട്, ജനങ്ങൾക്കിടയിൽ ആളുകളെ 10 ആളുകൾ കിട്ടിയ പിന്നെ വാ തുറന്ന പിന്നെ നിർത്തൂല. ഫോൺ വിളിച്ചാലും അങ്ങനെ തന്നെയാണ്, വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ നിർത്തൂല. അങ്ങനത്തെ സംസാരപ്രിയ. അവരുടെയൊക്കെ നാവിന് നിശ്ചലമാവുകയാണ് മരണാസന്ന സമയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ നല്ല നാവ് എവിടെ? വാക്ചാതുര്യം ഉണ്ടായിരുന്ന നിന്റെ നാവ് എവിടെ പോയി? വമാ അസ്കതഹുൽ, നാവിനെ അശക്തപ്പെടുത്തിയതെന്താണ്? നാവിനെ അശക്തപ്പെടുത്തിയതെന്താണ്? നാവ് കൊണ്ട് ദുനിയാവിൽ അശ്ലീലത സംസാരിച്ചിരുന്നവർ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ മൂളിപ്പാട്ടിലൂടെ പാടിക്കൊണ്ടിരുന്നവർ, സിനിമകളും സീരിയലും കണ്ടിട്ട് പാതിരാത്രി സമയത്ത് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നവർ ഒക്കെ ചിന്തിക്കുന്ന, ഒക്കെ തൗബ ചെയ്ത് മടങ്ങി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാവിനെ ശ്രദ്ധിച്ചേ പറ്റൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലേക്ക് ഒരു മനുഷ്യൻ ഇതാ കടന്നു വരുകയാണ്. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് ഉപദേശിക്കണേ നബിയേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ യുസ്റാ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുഫൻ കഹാദാ കുഫൻ കഹാദാ, ഈ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിനെ ശ്രദ്ധിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ വിഷയമാണ് നമ്മുടെ നാവെന്ന് പറഞ്ഞാൽ. പലരും അശ്രദ്ധരായി പോകുന്നത് ഈ നാവ് കൊണ്ടാണ്. നമസ്കാരമുള്ള നല്ല ഹാജിയാര്, നല്ല ഇബാദത്ത് എടുക്കുന്ന സഹോദരിമാർ, അവരുടെയൊക്കെ നാവ് ചിലപ്പോൾ പിഴയ്ക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവ് പിഴച്ചു പോകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് 5 വഖത്ത് നമസ്കരിക്കൂ എന്നല്ല, സകാത്ത് കൊടുക്കൂ എന്നല്ല, ഹജ്ജ് കൃത്യമായി നിർവഹിക്കൂ എന്നല്ല, പാവങ്ങളെ സഹായിക്കൂ, നിരാലംബർക്ക് അവലംബമാകൂ എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത്, കുഫൻ കഹാദാ, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാമ സംസാരത്തെ തൊട്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഹറാമിനെ തൊട്ട് ശ്രദ്ധിക്കുക. ഹറാം ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല, ഒരാളെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. ഒരാളെ സദസ്സിലില്ലാത്തപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. അവരെ കുറിച്ച് ദൂഷണം പറയുക, പരദൂഷണം പറയാൻ, നമീമത്ത് പറയാൻ പാടില്ല. നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. അമലുകൾ പൊളിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയ വീഴ്ച ഇവിടെയാണ്. പള്ളിയിൽ നിസ്കരിക്കും, മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് കൂട്ടം കൂടി നിന്നിട്ട് ഇങ്ങനെ കഥ പറയും. പള്ളിയിലെ മൂല്യര്, നാട്ടിലുള്ള മൊത്തല്യങ്ങള്, നാട്ടുകാര്, അവരവന് ഇവന് എല്ലാ കഥയും പറഞ്ഞു കാര്യത്തിന്റെ കൂലിയില്ല. ഇതിനു മുമ്പ് 10 പ്രാവശ്യം പള്ളി കയറിയായിരുന്നു, അതിന്റെ കൂലിയില്ല. എല്ലാം ഹറാത്തിലാക്കിയിട്ടാ പോകുന്നത്. ടാറ്റ ബൈബി, ഇനി അടുത്ത വക്കത്തിന് കാണാം. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി നിന്നിട്ട് ഇത് തന്നെ പരിപാടി. എല്ലാവരും അല്ല, ചില ആളുകൾ അവർ റെഡിയാണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലമ്മാ മറർതു ബിഖൗമിൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ് തഖല്ലലൂ തഖല്ലലൂ നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഫഖാലൂ ഉടനെ അവർ പറയുകയാണ് ഫവല്ലാഹി മാ തഇംനൽ ലൗമ തആമാ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല നബിയേ, ഒന്നും തന്നെ ഭുജിച്ചിട്ടില്ല നബിയേ. ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എങ്ങനെയാണ് അവിടുന്ന് പല്ല് കുത്താൻ പറയാ തോന്നിയത് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവരുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ? അദ്ദേഹത്തെ കുറിച്ച് മോശത്തരം പറഞ്ഞില്ലയോ? അദ്ദേഹമില്ലാത്ത സന്ദർഭത്തിൽ ഗൈബത്ത് പറഞ്ഞില്ലയോ? ദൂഷണം പറഞ്ഞില്ലയോ? അങ്ങനെ പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബ. അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത്. തഖല്ലലൂ ഒന്ന് പല്ലുകുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകളുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ്. നാട്ടിലൊരു പാവപ്പെട്ടതാകുന്ന സഹോദരന് കല്യാണാലോചന കടന്നു വരുമ്പോ, നാട്ടിലേക്ക് ആരെങ്കിലും ബ്രോക്കർമാർ ആലോചനയായി വരുമ്പോ അവന് കള്ളുകുടിയനാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? സൂക്ഷിക്കണേ, നാവിനെ വളരെ ശ്രദ്ധിക്കണേ. 30-38 ഏജായിട്ട് പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ അകത്തടങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുമ്പോ ശ്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാ എനിക്ക് നല്ല ഒരു മാരനെ കിട്ടണേ അല്ലാ, നല്ല ഒരു സഹോദരനെ നൽകണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു പാവപ്പെട്ട പെൺകുടി അവരുടെ വീട്ടിലേക്ക് ഏതോ ഒരു ദീനിയത്തായ പെണ്ണ് നാട്ടിലുണ്ടെന്നറിഞ്ഞ് ഒരു ബ്രോക്കർ നാട്ടിലേക്ക് എത്തുമ്പോ ആ പെണ്ണ് മോശപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് 38 ഏജായത്, അവളെ ആരും വിവാഹം കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ, നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദര. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ ഒരു മരണ വീട്ടിലേക്ക് പോവുകയാണ്. മരിച്ചു കിടക്കുന്ന അൻസാരിയാകുന്ന സഹാബിയുടെ മുഖത്ത് നോക്കുമ്പോ പുഞ്ചിരിക്കുകയാണ്. ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹാബി പറയുകയാണ് അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയണേ. അങ്ങ് ധാരാളം സഹാബികളെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ? അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ത്വൽഹയെ കുറിച്ച് പറഞ്ഞില്ലയോ? സുബൈറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ബിലാലിനെ കുറിച്ച് പറഞ്ഞില്ലയോ? അതുകൊണ്ട് നബിയേ അവിടുന്ന് നിർബന്ധമായും ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയണേ. അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് തങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് സമാധാനമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതായ മറുപടി പരങ്ങാനത്തുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരറിയണേ. നാവ് കൊണ്ട് മോശത്തരം പറയുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? അവരറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അതാ സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ലാ ഇല്ല ഇവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം. ജനങ്ങളെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ
ഈ സ്വഹാബി വര്യൻ അനാവശ്യമാകുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ചിന്തിക്കണേ ഉമ്മ, നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഈ നാവ് കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബീന സമാ, ആകാശാരോഹണം നടത്തിയ രാവിൽ ഞാനൊരു പെണ്ണിനെ കാണുകയാണ്. റഅയ്തു ഇംറാതാ, കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിൽ ഒരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. സാബാ, എങ്ങനത്തെ പെണ്ണാണ്? മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്വാനതി മിനന്നാർ, നരകത്തിലെ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്, നാവിനെ വലിച്ചു ബന്ധിച്ചിരിക്കുകയാണ്, നരകത്തിൽ തൂണിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങൾ പാറിക്കുന്നതായ നരകത്തിന്റെ ഭീമാകാരമായ തൂണ്, ആ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലാഇ യാ ജിബ്രീൽ, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടർ ജിബ്രീലേ? ഏത് പെണ്ണിനെയാണ് ഇത്ര ബുദ്ധിമുട്ടിൽ ഇത്ര പ്രയാസത്തിൽ ഈ പെണ്ണിനെ ശിക്ഷിക്കുന്നത്? ഏത് പെണ്ണാണെന്ന് ചോദിക്കുമ്പോ ഫഖാല ലി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇതേത് പെണ്ണെന്നറിയുമോ? ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞവളാണ്. സ്വന്തം ഭർത്താവ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവാണ്. അദ്ദേഹം നാട്ടിലേക്ക് തനിച്ചയച്ചു തരുന്നതാകുന്ന പണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളോട്, കൂട്ടുകാരികളോട്, നാട്ടുകാരോട്, കുടുംബത്തിലെ വാട്സാപ്പ് കൂട്ടായ്മയോട് അതാ വാട്സാപ്പിലിട്ടുകൊണ്ട് കമന്റ് കൊടുക്കുന്ന പെണ്ണാണ്, നാവ് കൊണ്ട് സംസാരിക്കുന്ന പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ. അഥവാ ദുനിയാവിൽ അന്യരാകുന്ന ആളുകളെ കുറിച്ച് മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മകളായ ഫാത്തിമയോട് ഈ ചരിത്രം പറയുകയാണ്. ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ ഇത്തഖിന്നാർ വലോ ബിശഖി തംറാ, നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ, നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ, ഒരു കാരക്കയുടെ